ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ സ്റ്റോറികളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ആർസണലിൻ്റെ പുതിയ സ്ട്രൈക്കർ സൈനിങ് ആയിട്ടുള്ള വിക്ടർ ഗ്യോക്കെരസിനെ കുറിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിൻ്റെ ഡീലിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡീലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യോക്കെരസിൻ്റെ ഏജൻറ്റ് സ്പോർട്ടിങ് ചങ്ങായിക്ക് കൊടുക്കാനുണ്ടായിരുന്ന ആ ഒരു കമ്മീഷൻ ആൾ ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഒരു സാക്രിഫൈസ് ചങ്ങായിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി വേറെ രീതിയിൽ ഏജൻറ്റ് ഫീയും കാര്യങ്ങളൊക്കെ അതിന് കിട്ടുമായിരിക്കും, പക്ഷേ ഇതും അദ്ദേഹത്തിന് കിട്ടേണ്ട തരത്തിലൊരു തുകയായിരുന്നു. പക്ഷേ അത് അദ്ദേഹം സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ് തൻ്റെ പ്ലെയറിൻ്റെ ആ ഒരു ഡീല് നടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ആൻഡ്രിയ ബെർത്ത എന്ന് പറയുന്ന ആർസണലിൻ്റെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടർ നല്ല രീതിയിലൊരു പണി എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ടോട്ടൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ 73 മില്യൺ യൂറോസിൻ്റെ പാക്കേജാണ്. 63 മില്യൺ യൂറോസിൻ്റെ ബേസ് ഫീ പ്ലസ് 10 മില്യൺ യൂറോസിൻ്റെ ആഡ് ഓൺസ്. അപ്പോൾ അത് നമ്മൾ പൗണ്ട്സിലേക്ക് കണക്കാക്കി കഴിഞ്ഞാൽ 54 മില്യൺ പൗണ്ടിൻ്റെ ബേസ് ഫീയും ഗ്യാരൻറ്റീഡ് ഫീയും 8.6 മില്യൺ പൗണ്ടിൻ്റെ ആഡ് ഓൺസുമാണ്. അപ്പോൾ മൊത്തം ടോട്ടൽ പൗണ്ടിൽ വരുമ്പോൾ ഒരു 62.6 മില്യൺ പൗണ്ടിൻ്റെ ഒരു ഡീലാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എന്താണ് നല്ലൊരു ഡീലാണ് ആർസണലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ചാൽ ഓൾറെഡി യൂറോപ്പിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്, പീക്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. 5 വർഷത്തെ കോൺട്രാക്റ്റാണ് ചങ്ങായി അവിടെ സൈൻ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇംഗ്ലണ്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ചാമ്പ്യൻഷിപ്പിലൊക്കെ കോവൻട്രിക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ളൊരു ചങ്ങായാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് അസാധ്യ പെർഫോമൻസാണ് പോർച്ചുഗീസ് ലീഗിലും ഈവൻ യൂറോപ്പിലും അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത്. ഒപ്പം എന്താണ് ഒരു സ്വീഡിഷ് ഇൻ്റർനാഷണൽ കൂടിയാണ്. ആ രീതിയിൽ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് കൂടിയുള്ള ഒരു പ്ലെയറാണ്. ഒപ്പം ആർസണൽ ഫാൻസ് സംബന്ധിച്ചോളം എന്താണ് ആൾ മൈൻഡ് പൂർണ്ണമായിട്ടും ആർസണലിലേക്ക് വരാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റ് ചില ലിങ്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്താണ് നമ്മൾ ഈ ട്രാൻസ്ഫർ വാർത്തകൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം തന്നെയായിരുന്നു. അത് ഈ ഒരു ഡീൽ പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയുള്ള തരത്തിലുള്ള റൂമറുകളാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ എന്തായാലും വിക്ടർ ഗ്യോക്കെരസ് ആർസണലിൻ്റെ പ്ലെയർ ആയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മിസ്സിംഗ് പീസ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു നമ്പർ 9 ഒരു പ്രൊലിഫിക് നമ്പർ 9 കിട്ടിയിരിക്കുകയാണ്. ആളുടെ കഴിഞ്ഞ സീസണിലൊക്കെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പോർച്ചുഗീസ് ലീഗിൽ മാത്രം ഒരു സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഏതൊരു പ്ലെയറെക്കാളും 20 ലീഗ് ഗോളുകൾ അധികം കഴിഞ്ഞ സീസണിൽ പോർച്ചുഗീസ് ലീഗിൽ ഗ്യോക്കെരസ് അടിച്ചിട്ടുണ്ട്. ഒപ്പം എന്താണ് 52 മത്സരങ്ങളിൽ നിന്ന് 54 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള നമ്പേഴ്സാണ് ചങ്ങായി കഴിഞ്ഞ സീസണിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അതിവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ്. ആൾ എന്താ പറയുക, അടിച്ച ഗോളുകളിലൊന്നുപോലും പോർച്ചുഗീസ് ലീഗിൽ ഹെഡറായിട്ടുള്ളൊരു ഗോളില്ല എന്നുള്ളതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റാണ്. പക്ഷേ ആ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ മിസ്സിംഗ് പീസാണ്. അപ്പോൾ ഇവിടെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ആർട്ടറ്റയുടെ പ്രൊജക്റ്റിൽ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സീസണാണ്. എന്തെങ്കിലും ഒരു മേജർ ട്രോഫി ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ. അവർ നല്ല രീതിയിൽ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപെടുന്നുണ്ട്. സുബിമെൻഡിയെ മിഡ്ഫീൽഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്, തോമസ് പാർട്ടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ സുബിമെൻഡി വരുന്നു, നോർഗാർഡ് വരുന്നു, മദൂക്കെ വരുന്നു, അപ്പം ഈ ഗ്യോക്കെരസ് വരുന്നു, ഡിഫൻസിൽ മസ്കേര വരുന്നു. ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയും അവർ വേറെ ഏതെങ്കിലും ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. മദൂക്കേനെ ഒരു സാക്ക അണ്ടർസ്റ്റഡി ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ലെഫ്റ്റ് വിങ്ങറും കൂടെ അവർ ടാർഗറ്റ് ചെയ്യുമോ കണ്ടറിയാം. അതേപോലെ തന്നെ എവരിച്ച് എസയിൽ അവർക്കൊരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അപ്പോൾ ഇതാണ് ആർസണലിൻ്റെ സ്ട്രൈക്കർ ഡീലുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാനുള്ള കാര്യം. ഇനി നമ്മൾ ലിയണൽ മെസ്സിയുടെ ഒരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെസ്ക് ഫാബ്രിഗാസ് ഇസ് മാജിക് എന്നുള്ള ആ ഒരു ചാൻറ്റ് ഒരൊറ്റ ചെൽസി ഫാനും മറക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊക്കെ ഒരുപാട് ആ ചാൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കളി കാണുന്ന സാഹചര്യത്തിൽ, ഒരുമിച്ചിരുന്ന് ചെൽസി ഫാൻസിൻ്റെ കൂടെ കളി കാണുന്ന സാഹചര്യത്തിൽ. കാരണം ചങ്ങായുടെ ചെൽസിയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ മാജിക്കലായിരുന്നു. ആ ഒരു സെസ്ക് ഫാബ്രിഗാസ് ഡിയോഗോ കോസ്റ്റ കോമ്പിനേഷൻ ഉണ്ടല്ലോ, എൻ്റെ പൊന്നു ചങ്ങായിമാരെ, അതൊരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അതൊന്നും ഒരിക്കലും മറക്കില്ല. അതേപോലെ തന്നെ സെസ്കിൻ്റെ ആ ഒരു അസിസ്റ്റ് ഉണ്ട്, ബേൺലിക്കെതിരെ ഷെർലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു അസിസ്റ്റ്. എന്താണ് അസിസ്റ്റ്? അതിലുള്ള ഷെർലിയുടെ റണ്ണും ബ്രില്യൻ്റ് ആയിരുന്നു. പക്ഷേ വാവ് മാൻ. അപ്പോൾ സെസ്കിനെ കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സെസ്ക് ഇപ്പോൾ ഒരു കോച്ചായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോമോയിൽ. അപ്പോൾ ചങ്ങായി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, കോമോയുടെ പ്രീ സീസൺ മത്സരം ഉണ്ടായിരുന്നു ലില്ലിനെതിരെ. അപ്പോൾ അത് ജയിച്ചു കോമോ. അപ്പോൾ ആ കളി കാണാനായിട്ട് മെസ്സിയുടെ വൈഫ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരുമല്ലോ, മെസ്സിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം. അപ്പോൾ അതിന് അദ്ദേഹം മറുപടി കൊടുത്തത്, അതായത് മെസ്സി കോമോയിലേക്ക് വരുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുത്തത്, നമുക്കൊന്നും അങ്ങോട്ട് വിട്ടു പറയാൻ പറ്റില്ല, നെവർ സേ നെവർ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും ഫുട്ബോളിൽ നെവർ പറയാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് കൂട്ടിച്ചേർത്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, ഞങ്ങളുടെ
ഭാര്യമാർ നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരുമിച്ച് വെക്കേഷൻ പോകുന്ന ആളുകളാണ്. മെസ്സി വെക്കേഷൻ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക്. ഞങ്ങളുടെ കുട്ടികൾ ആ രീതിയിൽ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ അത്ര നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും നോക്കാമെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആളിപ്പോൾ അമേരിക്കയിലാണെന്നുള്ളത്. പക്ഷേ മറ്റ് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സി MLS-ൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ്, ഇന്റർ മയാമിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ്. അപ്പോൾ അവിടെ MLS-ൽ സീസൺ കഴിയാമെന്ന് പറഞ്ഞാൽ ഈ ഡിസംബറോട് കൂടിയിട്ട് അവിടുത്തെ സീസൺ കഴിയും. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഭവം എന്താണ്, ഇതൊരു വേൾഡ് കപ്പ് ഇയറാണ് അല്ലേ, 2026 വേൾഡ് കപ്പ് ഉള്ളത്. അപ്പോൾ മെസ്സി അതോളം വേൾഡ് കപ്പ് കളിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ അർജൻറ്റീനയുടെ സ്പോക്സ് പേഴ്സൺ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. സ്പാനിഷിലാണ് പറഞ്ഞതെങ്കിലും അത് പിന്നെ ഹെഡ്സെറ്റ് വഴി ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. മെസ്സി വേൾഡ് കപ്പ് കളിക്കുമെന്നുള്ള ചോദ്യം ആ ഒരു പ്രസ് കോൺഫറൻസിൽ ചോദിക്കുമ്പോൾ അവിടെ ആ റൂമിൽ ഞാനും ഉണ്ടായിരുന്നു, സ്കാലോനിയൊക്കെ പങ്കെടുത്തിട്ടുള്ള ആ ഒരു പരിപാടിയിൽ. അപ്പോൾ അത് ലുലുവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. AFAയുടെ ഒരു പിന്നെ സ്പോൺസേഴ്സായിട്ട് ലുലു മാറിയിരിക്കുകയാണ്, ലുലുവിൻ്റെ ഫൈനാൻഷ്യൽ ഹോൾഡിങ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ. അപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഗൾഫ് ന്യൂസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ സ്കലനിയെ നേരിട്ട് കണ്ടു, സ്കലനിയുടെ കൂടെ ഒരു സെൽഫി എടുത്തു. അതേപോലെ തന്നെ ഇന്നലെ ലൈവിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്, ഒരുപാട് സംസാരിച്ചതാണ്. പക്ഷെ എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ്, സ്കലനിയുടെ കൂടെ അങ്ങനൊരു സെൽഫി എടുക്കാൻ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മാത്രമല്ല ഒരു ഈ രോമം എണീറ്റ് നിൽക്കുന്ന തരത്തിലുള്ള ഒരു മൊമെൻ്റൊക്കെ ആയിരുന്നു അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ കൂടെയാണ് സെൽഫി എടുത്തത്, അല്ലെങ്കിൽ ആരെയാണ് നേരിട്ട് കണ്ടത്, ആരുടെ ഒരു പരിപാടിയിലാണ് പങ്കെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചെയ്തു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ അല്ലേ. അർജൻറ്റീനൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ലിയോണൽ സ്കലനി എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഒരുപാട് മനുഷ്യന്മാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ചുക്കാൻ പിടിച്ചൊരു മനുഷ്യനാണല്ലേ. അത് ഒരിക്കലും ഒരു അർജൻറ്റീനൻ ഫാനും മറക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും സ്കലനി എന്ന് പറയുന്ന ആശാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ സാധിച്ചത്, അദ്ദേഹത്തിനെ കാണാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനോടൊരു നന്ദി പറയാനും എനിക്ക് ഭാഗ്യം കിട്ടി. അത് മതി, അത് തന്നെ വലിയ കാര്യമാണ്. അതേപോലെ തന്നെ ഈ AFAയുടെ സ്പോക്സ് പേഴ്സൺ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ 1-2 ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ചോദ്യമായിരുന്നു മെസ്സി കളിക്കുമോ ഇല്ല എന്നുള്ളത് അടുത്ത വേൾഡ് കപ്പിൽ. അപ്പോൾ കളിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, കളിക്കാൻ ആൾ റെഡിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാത്രമല്ല ആൾ നല്ല ഷേപ്പിലാണ് ഇരിക്കുന്നതൊക്കെയാണ് പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും പറ്റാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായാലും മെസ്സി അടുത്ത് വേൾഡ് കപ്പിലുണ്ടായിരിക്കും. അപ്പോൾ അതൊരു എക്സൈറ്റിംഗ് വാർത്തയാണ് ഏതൊരു പിന്നെ അർജൻറ്റീന ഫാനെ സംബന്ധിച്ചിടത്തോളം, ഫുട്ബോൾ ഫാനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മെസ്സി അല്ലെങ്കിൽ അർജൻറ്റീന കേരളത്തിലേക്ക് വരുമോ, ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനും മറുപടി കൊടുത്തതെന്ന് വെച്ചാൽ അതിനുള്ള സാധ്യതയുണ്ട്, പിന്നാമ്പുറങ്ങളിൽ വർക്ക് നടക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് AFAയുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞ് വെക്കുന്നത്. അപ്പോൾ അത് എന്തായാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേൾഡ് കപ്പ് ഇയർ വരുമ്പോൾ ഈ സീസണിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാകുമോ അതോ പുള്ളിക്കാരനെ റസ്റ്റി ആക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിൽ സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ ജാനുവരിയിൽ ഒരു കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു ലീഗിലേക്ക്, MLS അത്ര കോമ്പറ്റീറ്റീവായിട്ടുള്ള ലീഗല്ല നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. മെസ്സി സംബന്ധിച്ചോളം അതൊരു കേക്ക് വാക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു ലീഗിലേക്ക് അദ്ദേഹത്തിന് വരാൻ താല്പര്യം ഉണ്ടാവുക, ജസ്റ്റ് ഒരു ലോൺ ഡീലിൽ. അതിനൊക്കെ ഇന്റർ മയാമി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ വഴങ്ങുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെസ്കിൻ്റെ കീഴിൽ, തൻ്റെ സുഹൃത്തിൻ്റെ കീഴിൽ കളിക്കാനൊരു തീരുമാനം അദ്ദേഹം എടുക്കുമോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കോമോ ഒരു എക്സൈറ്റിംഗ് പ്രോജക്റ്റാണ്. അവർക്ക് നല്ല രീതിയിലുള്ള ഫണ്ടിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സ് കോമോയിലുണ്ട്. സെസ്കിൻ്റെ കീഴിൽ അവിടെ പ്ലെയർ മാനേജറായിട്ട് പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ ആ ഒരു സെരിയയിലെ സെക്കൻഡ് ഡിവിഷനിൽ നിന്ന്, ഇറ്റലിയിലെ സെക്കൻഡ് ഡിവിഷനിൽ നിന്ന്, സെരിയ ബിയിൽ നിന്നും സെരിയയിലേക്ക് പ്രൊമോഷൻ നേടിക്കൊടുത്തുള്ള ഒരാളാണ് സെസ്ക്. കഴിഞ്ഞ സീസണിൽ 10ാമതാണ് കോമോ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയുള്ളൊരു ഒരു പ്രൊജക്റ്റാണ്. ഈ സെസ്കിനെ തന്നെ സൈൻ ചെയ്യാൻ പിന്നെ ഇന്റർ മിലാനും അതേപോലെ തന്നെ ലൈപ്സിഗും ലെവർകുസനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പിന്നെ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സീസൺ കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ. മാനേജർമാരെ സൈൻ ചെയ്യാനിപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ നോക്കേണ്ട കാര്യമില്ലല്ലോ. ആ രീതിയിൽ ഇന്റർ മിലാൻ ശരിക്കും ഇൻസാഗിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് സെസ്കിനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോമോക്ക്
സെസ്കിനെ റിലീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സെസ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊജക്റ്റിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അപ്പോൾ മിക്കവാറും ഈ ഒരു സീസൺ കൂടി അവിടെ നിന്നിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത സീസണിൽ വേറെ എവിടേക്കെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു എക്സൈറ്റിംഗ് യങ് കോച്ചാണ് സെസ്ക്. അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ശൈലി, ഇപ്പോൾ കോമോയുടെ ശൈലി നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലും ചില മത്സരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, 2-3 മത്സരങ്ങൾ കോമോയുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫുട്ബോളാണ് കളിക്കുന്നത്. പിന്നെ അവിടെ ഇപ്പോൾ ഈ അൽവാരോ മൊറാട്ട ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അൽവാരോ മൊറാട്ട ഒരു രക്ഷയില്ലാത്തൊരു ഒരു നൊമാഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. പണ്ട് അനൽക്കൊക്കെ യാത്ര ചെയ്ത പോലെയാണ് ഓരോ ക്ലബ്ബിൽ നിന്നും അതെങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നൊരു ചങ്ങായാണ്. എവിടെയും ഒരു സ്ഥിരതയില്ലാത്തൊരു ചങ്ങായാണ് അൽവാരോ മൊറാട്ട. അപ്പോൾ കോമോയിൽ എത്തിയിരിക്കുകയാണ്. സെസ്കിൻ്റെ കീഴിൽ നിന്ന് ചങ്ങായി ഫുട്ബോൾ കളിക്കും. അപ്പോൾ അവിടെ മറ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടാലൻറ്റുകളുണ്ട്. ഇപ്പോൾ പെരോനെ, നീക്കോ പായസ് അവിടെ ഉണ്ട്, അർജന്റീനക്കാരനാണ്. ഹെസൂസ് റോഡ്രിഗസ് അവിടെ, മാക്സിൻസ് കക്കരെ എന്ന് പറയുന്ന മിഡ്ഫീൽഡർ ഫാന്റാസ്റ്റിക് പ്ലെയറാണ്. അസാൻഡിയാവോ, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ബെല്ലോട്ടി, മൊറേനോ, സെർജി ബുസ്കറ്റ്സ്, ഇവരൊക്കെ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ യാക്കോബ് രാമോൻ ഉണ്ടല്ലോ, നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻഡർ, പുള്ളിക്കാരനൊക്കെ വരികയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ ആ രീതിയിലൊരു എക്സൈറ്റിംഗ് പ്രൊജക്റ്റാണ് അവിടെ സെസ്കിൻ്റെ കീഴിൽ കോമോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു യൂറോപ്യൻ പ്ലേസിലേക്കുള്ള പുഷായിരിക്കും അവരുടെ ഈ ഒരു സീസണിലെ എയിം എന്ന് പറഞ്ഞാൽ. അത് അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അതാണ് നെവർ സേ നെവർ എന്നുള്ള രീതിയിലാണ് മെസ്സിയെ കോമോയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് ഫാബ്രിഗാസ് മറുപടി കൊടുത്തത്. പക്ഷേ അതിലൊരു സാധ്യത ഞാൻ കാണുന്നില്ല. സംഭവിക്കുകയാണെങ്കിൽ അടിപൊളിയായി, നല്ല രസമാണ്, നമുക്ക് ശരിയായാൽ മെസ്സിനെ കാണാൻ പറ്റും. പക്ഷേ ഇപ്പം ഡിപ്പോൾ കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്, ഇന്റർ മയാമിയിലേക്ക്. 15 മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് ചെങ്ങായി അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും ഇന്റർ മയാമിയിലേക്ക് പോകുന്നത്. അവിടെ 4 വർഷത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണ്. മെസ്സിയുടെ കൂടെ കളിക്കാനാണല്ലോ ഡിപ്പോൾ പോകുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ടും. അപ്പോൾ പിന്നെ മെസ്സി അവിടെ നിന്ന് പോവുമോ? പക്ഷേ ഈ ഒരു ലോൺ ഡീലിൻ്റെ സാധ്യത ശരിക്കും അദ്ദേഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആളും വിചാരിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ അഥവാ ഒരു കോമ്പറ്റീവ് ലീഗിലേക്ക് ഇടയ്ക്ക് വെച്ച് വന്നിട്ട് പിന്നെ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ അതും പണി പാടും. പുള്ളിക്കാരൻ വിചാരിക്കുന്നുണ്ടാവുക സീസണിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് റിഫ്രഷ് ആയിട്ട് ആ ഫൈനലിസിമ കളിക്കുക, പിന്നെ വേൾഡ് കപ്പിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത. അറിയില്ല എന്ത് സംഭവിക്കുന്നത്. എന്തായാലും ആളിപ്പോഴും ഒരു 1.5 മുതൽ തന്നെയാണ്. കാരണം മെസ്സി അല്ലാതാവില്ലല്ലോ. പ്രായം കൂടും, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ സംഭവിക്കും, അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആൾ മെസ്സിയാണേ. അപ്പോൾ അതൊരു 1.5 മുതൽ തന്നെയാണ്. MLS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 7 മത്സരങ്ങളിൽ 6 ബ്രേസാണ് ചെങ്ങായി അടിച്ചിട്ടുള്ളത്. 6 ബ്രേസ് അവസാനത്തെ 7 മത്സരങ്ങളിൽ. MLS ചരിത്രത്തിൽ തുടർച്ചയായി 5 മത്സരങ്ങളിൽ, ലീഗ് മത്സരങ്ങളിൽ ബ്രേസ് അടിക്കുന്ന ആദ്യത്തെ മനുഷ്യനായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ സംബന്ധിച്ചോളം കേക്ക് വാക്കാണ്. അദ്ദേഹത്തിന് ആ ലീഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ലീഗല്ല. അപ്പോൾ അവിടെ സിമ്പിൾ സംഭവമാണ് ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം. ആ മത്സരത്തിൽ തന്നെ, ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ന്യൂയോർക്ക് റെഡ് ബുൾസിനെതിരെ ജോഡി ആൽബയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു പാസ് ഉണ്ടായിരുന്നു മെസ്സിയുടേത്. അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അതിനൊന്നും ഒരു കാരണവശാലും നിങ്ങൾക്ക് വർണ്ണം ചേരാൻ പറ്റില്ല. അമ്മാതിരി സാധനമാണത്, അമ്മാതിരി പാസ്സാണത്, അമ്മാതിരി ത്രൂ ബോളാണത്. അത് കാണുക തന്നെ വേണം, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ അജാതി മുതലാണ്. ആൾക്കിപ്പോഴും ഇമ്പാക്റ്റ് ബിഗ് ഗെയിംസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതെന്തായാലും സ്കലനി ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന. അടുത്ത വേൾഡ് കപ്പിൽ എല്ലാ മത്സരങ്ങളും ചിലപ്പോൾ 90 മിനിറ്റും അദ്ദേഹം കളിച്ചു എന്ന് വരില്ല. അപ്പോൾ ആ രീതിയിൽ മെസ്സി ഇല്ലാതെയും ആ ടീമിനെ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട് നമ്മുടെ സ്കലനി എന്ന് പറയുന്ന കോച്ച്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയൊരു സംഭവമാണത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡീൽ നടക്കാൻ സാധ്യതയില്ല. ഇന്റർ മയാമിയിൽ തന്നെ ചങ്ങായി തുടരാനാണ് സാധ്യതയുള്ളത്. ഒരു ലോൺ ഡീൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലൊരു സാധ്യതയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അതിനും വലിയ തോതിൽ ഒരു ചാൻസ് കൊടുക്കേണ്ട ആരും. അപ്പോൾ അതാണ്. പിന്നെ നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, റയൽ മാഡ്രിഡിൻ്റെ ചില അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു ഡിഫൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് പല മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാർക്ക് തന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, കൊനാട്ടെ, നമ്മുടെ ലിവർപൂളിൻ്റെ കൊനാട്ടയും അതേപോലെ തന്നെ വില്യം സലീബ, ആർസണലിൻ്റെ വില്യം സലീബയും റയൽ മാഡ്രിഡിൻ്റെ റഡാറിലുള്ള 2 പ്ലെയേഴ്സാണ്. ഇതിൽ തന്നെ കൊനാട്ടെ ഇപ്പോൾ തന്നെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വിൻഡോയിൽ ഒരു ലേറ്റ് ബിഡ് പെരസ് ഇടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മാർക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓൺസ്റ്റൈൻ ഒന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ കൊനാട്ടെ എന്തായാലും ലിവർപൂൾ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആളുടെ കോൺട്രാക്റ്റ് അടുത്ത വർഷം തീരും ലിവർപൂളിലേത്. അപ്പോൾ 2026 ആകുമ്പോൾ ആൾ ഫ്രീ ഏജൻ്റായിട്ട് മാറും. അപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രെൻഡിൻ്റെ കാര്യത്തിൽ സംഭവിച്ച പോലെ കൊനാറ്റയുടെ കാര്യത്തിൽ സംഭവിക്കാതിരിക്കാൻ അവർ ശ്രമിക്കുമായിരിക്കും. ഇനി അഥവാ റയൽ മാഡ്രിഡ് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ, അവർ കാര്യമായിട്ടൊരു ബിഡൊക്കെ മുമ്പോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ കൊനാട്ടെ ലിവർപൂൾ വിട്ട് കളയാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഫ്രീ ഏജൻ്റായിട്ട് എന്തായാലും അടുത്ത കൊല്ലം റയൽ മാഡ്രിഡിലേക്ക് വിടാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. റയൽ മാഡ്രിഡ് ആ രീതിയിൽ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക, അടുത്ത കൊല്ലം ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ. പക്ഷേ എന്താണ്, അവർക്ക് ഡിഫൻസ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്താൽ കൊള്ളാമെന്നുള്ള
ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊനാട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബിഡ് ഇടാനുള്ള ഒരു ചാൻസ് തള്ളി കളയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ സലീബയുടെ കോൺട്രാക്ട് ആർസണൽ ഇത് 2 വർഷം കൂടി 2027 തീരാൻ പോകുന്നത്. പക്ഷേ സലീബയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ആർസണൽ അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉടനെ തന്നെ സൈൻ ചെയ്യുന്ന തരത്തിലുള്ള വാർത്തയ്ക്കാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. പുതിയ കോൺട്രാക്ട് ടോക്സിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ സലീബയുടെ മുമ്പിലേക്കും റയൽ മാഡ്രിഡൊക്കെ ഒരു ഓഫറായിട്ട് വന്നു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി സലീബയൊക്കെ പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് എന്ത് സംഭവിക്കും ഈ വിൻഡോയിൽ നമ്മൾ കാത്തിരുന്ന് കാണാം. ആരെ സൈൻ ചെയ്ത് കഴിഞ്ഞാലും രണ്ടുപേരും നല്ല ക്വാളിറ്റി സൈനിങ്ങളായിരിക്കും റയലിനെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ തന്നെ മാർക്ക ഒരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ രണ്ടുപേരെയും വേണമെന്നുള്ളതാണ്. അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ റയൽ ആയതുകൊണ്ട് നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇവർക്കൊക്കെ വേണ്ടി ഈ ഒരു വിൻഡോയിൽ ബിഡ് വെക്കുമ്പോൾ റയൽ മാഡ്രിഡ് എന്നുള്ളതാണ് കാത്തിരുന്നേണ്ട വിഷയം. ഇതോടൊപ്പം തന്നെ റയൽ മാഡ്രിഡിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്ത വരുന്നതെന്ന് വെച്ചാൽ റോഡ്രിയിലൊരു താല്പര്യമുണ്ടെന്നാണ്. പിന്നെ സ്പാനിഷ് പത്രമാണ് ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നുള്ളത്. റോഡ്രി 29-കാരനായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ വലിയ തോതിൽ ആ ഒരു ഇഞ്ചുറി ACL പറ്റിയിട്ട് തിരിച്ചു വന്നിട്ടുള്ള പ്ലെയറിനെ റയൽ മാഡ്രിഡ് അവരുടെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതിൽ 100 മില്യൺ യൂറോസ് എങ്കിലും മാൻ സിറ്റി ചോദിക്കുന്നുള്ളതാണ് ആ വാർത്തയിൽ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തുക കൊടുത്തുകൊണ്ട് റയൽ മാഡ്രിഡ് എന്തായാലും റോഡ്രിനെ കൊണ്ടുവരില്ല. 29 വയസ്സായി, മാത്രമല്ല വലിയൊരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരികയാണ്. ആളുടെ കോൺട്രാക്ട് 2027 വരെ ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോഡ്രിക്ക് 30 വയസ്സാവും. പക്ഷേ ആസ്കിങ് പ്രൈസ് എന്തായാലും കുറയും. കാരണം അടുത്ത സമ്മറിൽ റോഡ്രി അഥവാ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഒന്നും സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ 1 വർഷം മാത്രമേ അദ്ദേഹത്തിന് കോൺട്രാക്റ്റിൽ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കട്ട് പ്രൈസ് ഡീലിൽ വേണമെങ്കിൽ ചങ്ങനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ റയലിന് പിന്നെ ലോജിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഈ സീസൺ വാച്ച് ചെയ്യുക. ഇനി അഥവാ റോഡ്രിനെ വേണമെങ്കിൽ വേറെയും ഓപ്ഷൻസ് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ റോഡ്രിനെ തന്നെ വേണമെങ്കിൽ ഈ വർഷം നോക്കുക, അദ്ദേഹം ഇഞ്ചുറിയും തിരിച്ചു വന്നിട്ട് ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ അടുത്ത സീസണിൽ ബിഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിനിടയിൽ മാൻ സിറ്റി ആണെങ്കിൽ പുള്ളിക്കാരനെ അവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകൾ നമുക്ക് വായിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ റോഡ്രിയുടെ ഈ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കൊടുക്കുന്നത് മുണ്ടോ ഡിപ്പോർട്ടീവാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സാണ്. അപ്പോൾ റയൽ മാഡ്രിഡിന് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മാൻ സിറ്റി പുള്ളിക്കാരനവിടെ അങ്ങനെ പിടിച്ചിരുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാത്തിരുന്നതാണ്. പെപ്പിനെ സംബന്ധിച്ചോളം റോഡ്രിനെ വിട്ടുകൊടുക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് റോഡ്രിയുടെ അഭാവത്തിൽ എങ്ങനെയായിരുന്നു മാൻ സിറ്റി എന്നുള്ളത്. പക്ഷേ അഗൈൻ ഈ ചോദ്യമുണ്ട്, ഇഞ്ചുറി മാറി തിരിച്ചു വരുന്ന റോഡ്രി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് മറ്റു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡ്രിഗോയുടെ കാര്യം അതിങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് അല്ലേ. അകത്തോട്ടും പോകേണ്ട പുറത്തോട്ടും പോകേണ്ട ആ വാതിൽക്ക് നിന്നോ എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലാണ് റോഡ്രിഗോ ഇരിക്കുന്നത്. എവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. റയൽ മാഡ്രിഡ് തുടരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പിലൊന്നും കാര്യമായിട്ട് അദ്ദേഹത്തിന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കില്ല ഷാബി അലോൺസോ. പിന്നെ എന്താണ് ലിവർപൂളിൽ ഞങ്ങൾ ഒരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട്. ലൂയിസ് ഡിയാസ് അവിടെ നിന്ന് പോകാനുള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞു വന്നിട്ടുള്ളത്. ബയൺ മ്യൂണിക്ക് 80 മില്യൺ യൂറോസിൻ്റെ ബിഡുമായിട്ട് ലിവർപൂളിന് മുമ്പിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡീലുമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ബിഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ലിവർപൂൾ അത് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ആ പൈസ അവർ ഈ ഒരു റോഡ്രിഗോ ഡീലിൽ പിന്നെ കൊടുക്കാനൊരു സാധ്യതയുണ്ട്, ചാൻസാണ്, പോസിബിലിറ്റിയാണ് കേട്ടോ പറയുന്നത്. അതേപോലെ തന്നെ സ്പേഴ്സുമായിട്ട് റോഡ്രിഗോ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു കഴമ്പില്ല എന്നതാണ് പ്ലെറ്റി ഗോൾ, അതായത് ഫ്ലോറിയാൻ പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്, ജർമ്മൻ ജേർണലിസ്റ്റാണ് സ്കൈഡ്. പിന്നെ PSG-ക്കും ഒരു താല്പര്യമുണ്ട് റോഡ്രിഗോയിൽ എന്നുള്ളതാണ് ഫ്ലോറിയാൻ പ്ലെറ്റൻബർഗ് പറയുന്നത്. എന്തായാലും റോഡ്രിഗോക്ക് പിന്നാലെ ക്ലബ്ബുകളുണ്ട്, ടീമുകൾ അദ്ദേഹത്തിന് വേണ്ടി ക്യാഷ് എറിയാൻ റെഡിയാണ്. എങ്ങോട്ടേക്ക് പോകുന്നുള്ളതാണ്. റയൽ മാഡ്രിഡിൽ തന്നെ തുടരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ. വേറെയും കുറേ അപ്ഡേറ്റ്സുകളുണ്ട്. നമുക്ക് മറ്റു അധ്യായത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഗുഡ് ബൈ.